ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് ഒരു ബട്ടർ ചിക്കൻ എന്നൊക്കെ പറയാം. ഞാൻ 2-3 ടൈപ്പിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോക്ക് താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓപ്ഷൻസിൽ മുകളിലത്തെ ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. ഞാൻ ചിക്കന് ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചിക്കന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ്സോളം ഏകദേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു വിസിൽ ഇട്ട് വേവിക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഈ ഒരു കറിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് ഒരു വിസിൽ വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഒരു 10 കാഷ്യൂസ് ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ കാഷ്യൂ കുറച്ച് കൂടുതലെടുത്താൽ നല്ല ടേസ്റ്റി തന്നെയാണ് കറിക്ക്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, പകുതി വേവായി. നമുക്ക് ചിക്കനൊക്കെ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് കറിയുടെ ഗ്രേവിക്കായിട്ട് ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ നന്നായിട്ട് ബട്ടറിലാണ് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ബട്ടറിൽ വറുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബട്ടറിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ട് ഈ ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഏകദേശം പകുതി കുക്കായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മുഴുവനായിട്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു വലിയൊരു പാനാണ് കറി വെക്കാൻ ആവശ്യമുള്ള. നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനും ഈ ഒരു സെയിം പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചെറുതായി മുറിക്കണമെന്നൊന്നുമില്ല, ഇതുപോലെ മുറിച്ചിട്ട് അങ്ങ് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരുപാട് കനം കൂട്ടി അരിഞ്ഞാൽ കുറേ സമയം എടുക്കും നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഈ ടൈമിൽ. ഇപ്പം നന്നായിട്ട് ഇതിപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിനേക്കാൾ ഒരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ ഒരു അണ്ടിപ്പരിപ്പ് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നു. ഇനി ഞാനിതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ജാർ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ട് ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളത്തിന് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മൾ മാറ്റി വെച്ചാൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല തരികളൊന്നും കൂടാതെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെയിം പാൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നങ്ങ് മെൽട്ടായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. അതായത് ഒരു പീസ് പട്ട, ഒരു തക്കോലത്തിൻ്റെ പീസ്, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ 2 ഏലക്ക, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു 5 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ വെളുത്തുള്ളി ബട്ടറിൽ കിടന്ന് മൊരിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു നല്ല സ്മെല്ല് വരും. പിന്നെ ഇതിൽ കുറച്ച് ബട്ടർ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബാക്കി ഉണ്ടായിരുന്നു, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ, അതിൻ്റെ ബാക്കി ബട്ടർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് പൊടികൾ ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, ലെവൽ ചെയ്തിട്ടല്ല. മുളക് പൊടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം, ഫ്ലെയിം കൂട്ടി വെക്കാനേ പാടില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി പൊടികളൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂ ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന്
ഒരു അര മിനിറ്റൊക്കെ മതിയാകും. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാക്കിയാൽ കുഴപ്പമില്ല ഈ ഒരു ടൈമിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ ബാക്കി, അതാണ് ഇതിൻ്റെ ഗ്രേവിക്ക് നമുക്ക് എത്ര ലൂസിലാണ് വേണ്ടത് അതിന് നമുക്ക് ആ ഒരു ഗ്രേവിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് ചൂടായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ്. ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ബട്ടർ നാനിനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ഞാൻ ബട്ടർ നാനിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസും ഇതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഗ്രേവിയിൽ ഇറങ്ങുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലൂസാവാനും പാടില്ല, ഏകദേശം ഒരു അത്യാവശ്യം തിക്നെസ്സിൽ തന്നെയാണ് ഈ ഒരു കറി വേണ്ടത്. ഒരുപാട് ലൂസായ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളത് ഓഫ് ചെയ്യുമ്പോൾ ഒന്നങ്ങ് കുറുകി വരും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു 2 ടീസ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടാകുമ്പോഴാണ് കറി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ സെയിം ടേസ്റ്റ് വരിക. അപ്പോൾ ബട്ടർ ചിക്കന് ബോൺലെസ് ചിക്കൻ വെച്ചിട്ടൊക്കെയാണ് ട്രൈ ചെയ്യാറ് സാധാരണ. പക്ഷേ ഇങ്ങനെ ഈ ഒരു റെസിപ്പി ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളാണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതിന് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി, ഇതിങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മുടെ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കറിയുടെ ഒരു ടേസ്റ്റ് കറക്റ്റ് വരങ്ങ്. കസൂരി മേത്തി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. കുറച്ച് വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.